സിനിമാ മേഖലയിൽ നിന്ന് ഈ അഭിനേതാക്കൾക്ക് അത്ര നല്ല വാർത്തയല്ല എങ്കിൽ പോലും സിനിമാ പ്രേക്ഷകർക്ക് ഒരു ചെറിയ വിരുന്നൊക്കെ ഉണ്ട്. കാരണം ഒത്തിരി നാളായി സിനിമകൾ റിലീസ് വളരെ കുറവായിരുന്നു. ഇനിയിപ്പോ ഓണം പ്രമാണിച്ച് കുറച്ചധികം സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തും. എന്തായാലും പ്രേക്ഷകർക്ക് ഈ ഒരു ഓണം വെക്കേഷനൊക്കെ നന്നായി സിനിമകളൊക്കെ കണ്ട് ആസ്വദിക്കാൻ തക്ക വിധത്തിലുള്ള നല്ല സിനിമകളാകട്ടെ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. നമ്മുടെ ഹരിക്ക് ഈ സിനിമ റിവ്യൂ എന്ന് പറഞ്ഞ ഒരു ഭ്രാന്താണ്. ഹരി എല്ലാ സിനിമകളും പോയി കാണുകയും വളരെ കൃത്യമായ റിവ്യൂ നടത്തുകയൊക്കെ ചെയ്താണ്. ഹരി എന്നോട് പറഞ്ഞത് സമയം ഈ ഡ്യൂട്ടി ടൈം ജോലിയില്ലാതെ 24 മണിക്കൂർ തിയേറ്ററിലായിരിക്കും എന്ന് പറഞ്ഞ അത്രത്തോളം ഒരു സിനിമ ഭ്രാന്തൻ എന്നൊക്കെ പറയുന്ന ആളാണ്. അപ്പൊ ഹരി ഈ സിനിമകൾ പോയി കണ്ട് അതിന്റെ റിവ്യൂ വളരെ കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരാൾ കൂടിയാണ് അല്ലെ? അതെ. അപ്പം ഏത് സിനിമയുടെ റിവ്യൂ ആണ് ഇന്ന് ഹരി നമുക്ക് വേണ്ടി റെഡി ആക്കിയിട്ടുള്ളത് എന്ന് നോക്കാം അല്ലെ? അതായത് അന്നാബിനും സൂരി പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് കൊട്ടുകാളി. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ റിവ്യൂയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഹരികൃഷ്ണനാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ബെർലിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലും പോർച്ചുഗൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലുമൊക്കെ പ്രദർശിപ്പിച്ച് കയ്യടികൾ വാങ്ങി അവാർഡുകൾ വാരിക്കൂട്ടി കൊട്ടുകാളി എന്ന PS വിനോദ് രാജിന്റെ ചിത്രം കാണാൻ വേണ്ടി അക്ഷമനായി കാത്തുനിന്നൊരു പ്രേക്ഷകനാണ് ഞാൻ. സൂരി, അന്നാബെൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഈ ചിത്രത്തെക്കുറിച്ച് അത്രയധികം ആവേശവും ആകാംക്ഷയും എനിക്കുണ്ടായിരുന്നു. ചിത്രം കാണാൻ വേണ്ടി ആദ്യമേ എത്തിയപ്പോഴേക്കും രാവിലത്തെ ഷോകളൊന്നുമില്ലാതെ ഉച്ചയ്ക്ക് 3:45 തിരുവനന്തപുരത്ത് ആദ്യ ഷോ ഉണ്ടായിരുന്നത്. ആ ഷോ തന്നെ കാണാനും ശ്രമിച്ചു. എന്തായാലും കൊട്ടുകാളിയുടെ വിശേഷങ്ങളാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. കൂഴങ്ങൾ എന്ന ചിത്രത്തിന് ശേഷം PS വിനോദ് രാജ് എത്തുന്ന കൊട്ടുകാളി എന്ന ചിത്രവും പതിവ് പോലെ PS വിനോദ് രാജിന്റെ ചിത്രമായി തന്നെ മാറുന്നു. ഒരൊറ്റ ചിത്രം കൊണ്ടൊരു സിഗ്നേച്ചർ മാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ PS വിനോദ് രാജിന് സാധിച്ചു എന്നത് കൊട്ടുകാളി വീണ്ടും തെളിയിക്കുന്നതാണ്. പതിവ് പോലെ ഒരു സിംഗിൾ ഷോട്ട് രീതിയിലാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. അതും ഏകദേശം 7 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു സിംഗിൾ ഷോട്ട്. ഭഗവതിയോട് പ്രാർത്ഥിച്ച് തന്റെ വീട്ടിലേക്ക് തന്റെ മകളെ കാണാൻ എത്തുന്ന ഒരു അമ്മയുടെ ഒരു നീണ്ട യാത്രയാണ് ഈ 7 മിനിറ്റ് കൊണ്ട് കാണിക്കുന്നത്. അതിനകത്തുള്ള മിസോൺ സീനും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അത് അങ്ങേയറ്റം കയ്യടിയും അർഹിക്കുന്നുണ്ട്. അതിനുശേഷമാണ് സൂര്യയുടെ ക്യാരക്ടർ റിവീൽ തന്നെ വരുന്നത്. ഒരു റോഡ് ജേർണി ആയിട്ടാണ് ഈ സിനിമ മുഴുനീളം പോകുന്നത്. ആ റോഡ് ജേർണിയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്റ്റോപ്പുകളും വെഞ്ചറുകളും അതിലൂടെയുള്ള കഥയും ഒക്കെ തന്നെ പ്രേക്ഷകനെ ചെറുതായിട്ടൊന്ന് ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവാർഡ് സിനിമ എന്ന രീതിയിൽ തന്നെ ഈ സിനിമ പ്രേക്ഷകർ കാണണം എന്നുള്ള അഭ്യർത്ഥനയും കൂടി ആദ്യം മുന്നോട്ട് വെക്കട്ടെ. PS വിനോദ് രാജിന്റെ ചിത്രവും കൂഴങ്ങളുടെ അപ്ഡേറ്റുകളും ഒക്കെ അറിയാവുന്ന പ്രേക്ഷകർ അതേ രീതിയിൽ തന്നെ സിനിമ കാണുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതേ രീതിയിലാണ് ഈ റിവ്യൂയും പറഞ്ഞു പോകുന്നത്. അല്ലാതെ ഒരു പക്ക കമേഴ്ഷ്യൽ രീതിയിലായിട്ട് പ്രേക്ഷകർ ഈ റിവ്യൂ കാണരുതെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. സൂരി പാണ്ഡ്യ എന്ന കഥാപാത്രമായി എത്തുകയാണ്. പല സീനുകളിലും സൂര്യയുടെ അഭിനയത്തിന്റെ പ്രഭാവം മിന്നിത്തിളങ്ങുന്നുണ്ട്. സൂര്യയുടെ സൗണ്ട് മോഡുലേഷനും അതിനനുസരിച്ചുള്ള ഗംഭീരമായ ആക്ടിങ്ങും ഈ സിനിമയിൽ എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെയാണ് അന്നാബെന്റെ പെർഫോമൻസും. അന്നാബെൻ ആകെയുള്ളത് ഒറ്റ ഡയലോഗും ഒരു പാട്ടുമൂളലുമാണ്. ബാക്കിയെല്ലാം അന്നാബെൻ കൺവേ ചെയ്യേണ്ടത് ബോഡി ലാംഗ്വേജിലൂടെയാണ്. അതിലോളം ഭീകരമായ ഒന്ന് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് അന്നാബെന്നിന് കിട്ടിയിരിക്കുന്ന കഥാപാത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി അന്നാബെൻ പ്രേക്ഷകരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടിയാകുമ്പോൾ ഈ സിനിമ അഭിനയ പ്രകടനത്തിന്റെ പേരിൽ ഗംഭീരമായി മാറുന്നുണ്ട്. മറ്റ് ചിത്രത്തിലെ സപ്പോർട്ടിംഗ് താരങ്ങളൊക്കെ തന്നെ ഈ സിനിമയെ അത്രയധികം അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ തിരക്കഥയിലെ ഒരു ചെറിയ പാളിശ എന്നിലെ പ്രേക്ഷകന് ഒരു ചെറിയ മടുപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തർക്കമുണ്ടാവില്ല. അത് വരുന്നത് ക്ലൈമാക്സ് പോർഷനിലാണ്. എവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത് എന്ന് സംബന്ധിച്ച് ഒരു വലിയ ചോദ്യചിഹ്നം എൻ്റെ മുന്നിലുണ്ട്. പലപ്പോഴായി സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയും അതിൽ വായിക്കേണ്ട പൊളിറ്റിക്സും ലെയേഴ്സും ഒക്കെ തന്നെ എന്നിലെ പ്രേക്ഷകന് വല്ലാത്ത രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ മൂഡ് ഈ സിനിമ മുഴുനീളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവസാനം ക്ലൈമാക്സിലേക്ക് വരുമ്പോഴേക്കും ഒരു രണ്ടഭിപ്രായം എനിക്കുണ്ട് എന്നുള്ളത് ഞാൻ എടുത്തു സൂചിപ്പിക്കുകയാണ്. ഈ സിനിമയ്ക്ക് മുന്നേ അവാർഡുകൾ വാരിക്കൂട്ടിയതായിക്കോട്ടെ, ഈ സിനിമയിൽ വന്നിരിക്കുന്ന വാർത്തകളൊക്കെ തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിനിമയുടെ പ്രമൈസ്, സിനിമയുടെ സംവിധായകൻ, സിനിമയുടെ കാസ്റ്റിംഗ് ഒക്കെ തന്നെയായിരുന്നു എന്നിൽ ഹൈപ്പ് ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ക്ലൈമാക്സ് പോർഷൻ മാത്രം അത് വീണ്ടും ആവർത്തിക്കുന്നു. അതൊരു ചോദ്യചിഹ്നമായി തന്നെ എൻ്റെ മനസ്സിൽ നിൽക്കുന്നുമുണ്ട്. കാരണം ഒരു നോൺ എൻഡിങ് ക്ലൈമാക്സ് ആയിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംവിധായകൻ പ്രേക്ഷകനിലേക്ക് തന്നെയാണ് നിങ്ങൾ ഇതിന് വിധി എഴുതൂ എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ അവസാനിപ്പിക്കുന്നത്. ചിത്രത്തിൽ തന്നെ സിഗ്നേച്ചർ ആയിട്ടുള്ള PS വിനോദ് രാജിന്റെ ഷോട്ടുകൾ ഒട്ടനവധിയുണ്ട്. ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഓട്ടോ ഡ്രൈവറിന്റെ ഷോട്ടുകൾ അതും എടുത്തു സൂചിപ്പിക്കേണ്ടതാണ്. അന്നാബെന്നും പൂവൻ കോഴിയും രണ്ടുപേരെയും ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതി ഒരുപോലെയാണ്. ഒരു പക്ഷിയും ഒരു മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ തന്നെ സമൂഹം എങ്ങനെയാണ് ഇരുവരെയും ട്രീറ്റ് ചെയ്തിരിക്കുന്നതെന്ന് PS വിനോദ് രാജ് ഗംഭീരമായി കാണിക്കുന്നുണ്ട്. ഒരു മെറ്റഫർ എന്നോണം ഈ സിനിമയെ അങ്ങനെയും വായിക്കാം. മറ്റ് ലെയറുകൾ നിങ്ങൾ ഈ സിനിമയിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. പലപ്പോഴായി ഈ സിനിമ ഓരോ തവണ ഇറങ്ങിയതിനു ശേഷം ചിന്തിക്കുമ്പോൾ പോലും പല ലെയേഴ്സ് ഉള്ളിൽ നിന്ന് കളിക്കുന്നുമുണ്ട്. സിനിമയിൽ ഒരു റോഡ് മൂവി ആയതുകൊണ്ട് തന്നെ പല സ്റ്റോപ്പുകളുണ്ട്.
ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ഈ സിനിമയുടെ കഥ നമ്മൾ മനസ്സിലാക്കുന്നത് 1 മണിക്കൂറിന് ശേഷമാണ്. 1 മണിക്കൂർ 40 മിനിറ്റുള്ള സിനിമയിൽ ആദ്യത്തെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ സിനിമയുടെ കഥ തന്നെ റിവീൽ ചെയ്യുന്നത് എന്നുള്ളത് പ്രേക്ഷകന് ചെറുതെങ്കിലും ആകാംക്ഷയും ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഒരു കാര്യമാണ്. ആ 1 മണിക്കൂറിന് ശേഷം ഒരു 5 മിനിറ്റിനിടയിലാണ് ഈ സിനിമയുടെ കഥ, അതും ഇന്റർവെല്ലിന് തൊട്ട് മുന്നേ ആയിട്ട് പ്രേക്ഷകന് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നാണ് കഥ തന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് പ്രേക്ഷകന് കൂടുതൽ ലെയറിലേക്ക് തുറന്നു കൊടുക്കുന്നത് വാതില്. കൊട്ടുകാളി ദി അഡമന്റ് ഗേൾ ആയിട്ട് അന്നാബൻ നിൽക്കുമ്പോൾ ആ അഡമൻസി എന്തുകൊണ്ടാണ് സൂര്യയുടെ പാണ്ഡി എന്ന കഥാപാത്രത്തിന് അങ്ങനെ അന്നാബനോട് പെർഫോം ചെയ്യേണ്ടി വരുന്നത്? എന്തുകൊണ്ട് അന്നാബൻ ഇത്രയും ദ്രോഹങ്ങൾ അനുഭവിക്കുന്നു? എന്തുകൊണ്ട് ഒരു നാട്ടുംപുറത്ത് ഇപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു? എന്തുകൊണ്ട് മനസ്സിലും ഇപ്പോഴും മറ്റൊരാളോട് ഇഷ്ടമുള്ള ഒരു സ്ത്രീയെ ആ രീതിയിൽ തന്നെ ആ സ്ത്രീ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവളുടെ ഉള്ളിൽ പേ പിടിച്ചു എന്നുള്ളത് തുടങ്ങി നിരവധി ചോദ്യചിഹ്നങ്ങൾ ഈ സിനിമയിൽ ഉടനീളമുണ്ട്. പലതും പല രീതിയിലുമൊക്കെ ഡീകോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ പോലും ഇപ്പോഴും അതിന്റെ ഡീകോഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡീകോഡ് ചെയ്ത കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്കും പങ്കുവയ്ക്കാം. എന്നാലും PS വിനോദ് രാജിന്റെ ഈ ചിത്രത്തിൽ ആകെ ഉണ്ടായിരുന്ന എനിക്കൊരു എതിർപ്പ് ക്ലൈമാക്സ് പോർഷൻ മാത്രമാണ്. ഈ ചിത്രത്തിൽ എടുത്തു സൂചിപ്പിക്കേണ്ടത് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലും ഇല്ല എന്നുള്ളതാണ്. കാരണം അത്രയധികം മ്യൂസിക് ഇതിന്റെ സിറ്റുവേഷൻസ് തരുന്നുണ്ട്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഉടനെ പോയി പിയാനോയും ഗിറ്റാറും വയലിനും ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു റോഡ് ട്രാവൽ മൂവി ആയതുകൊണ്ട് തന്നെ അവിടെ വരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ഗാനമായിരിക്കാം, ചിലപ്പോൾ ഓട്ടോയുടെ സ്റ്റാർട്ടിംഗ് ശബ്ദമായിരിക്കാം, ചിലപ്പോൾ കാറ്റടിക്കുന്നത് വരെയാകാം. അതുകൊണ്ട് തന്നെ ഈ സിനിമ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് മ്യൂസിക്കിന്റെ ഗംഭീരമായ കോർഡിനേഷൻ കൊണ്ടല്ല, ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന നാച്ചുറൽ സൗണ്ട് അത്രമേൽ ഗംഭീരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണുകൾ അടച്ച് ചെവികൾ കൂർപ്പിച്ചു വെച്ചാൽ പോലും ഈ സിനിമ നൽകുന്ന ഒരു എക്സ്പീരിയൻസ് മറ്റൊന്നാണ്. PS വിനോദ് രാജിനെ സംബന്ധിച്ചിടത്തോളം കൂടങ്ങൾ ഉണ്ടാക്കിയ അതേ രീതിയിലൊരു ഓളം ഈ ചിത്രത്തിലേക്കും അദ്ദേഹത്തിന് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെ എടുത്തു സൂചിപ്പിക്കേണ്ടതാണ്. ചിത്രം തിയേറ്ററുകൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും തിയേറ്ററുകളിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഈ ചിത്രത്തിലെ എത്രമാത്രം നിങ്ങൾ ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചു അതെല്ലാം പങ്കുവയ്ക്കുക. അപ്പോൾ ഹരിയാണ് കൊട്ടുകാളിയുടെ വിശേഷവുമായി ചേർന്നത്. എന്തായാലും ഹരി പറയുന്നത് ഹരി ചിത്രം കണ്ട് ഡീകോഡ് ചെയ്ത് അത് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി പ്രേക്ഷകർക്ക് കണ്ട് അവരുടേതായ രീതിയിൽ ഡീകോഡ് ചെയ്യാവുന്നതാണ്. തിയേറ്ററിൽ ഓടുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സിനിമ നല്ല ചിത്രം എന്നുള്ള റിവ്യൂ ഇതിനകം തന്നെ വന്ന ഒരു ചിത്രം കൂടിയാണ്. അവിടെയാണ് ഹരി വളരെ കൃത്യമായി ഹരിയുടെ റിവ്യൂ പ്രേക്ഷകർക്ക് നൽകിയത്. മറ്റൊന്ന്